അന്താരാഷ്ട്ര വാർത്തകളുടെ സമയം പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പ്രവിത. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്നലെ വിഷു ഒക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വിഷു അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഇവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് വളരെ വേഗം ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് കിടന്നാൽ ഏറ്റവും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം തന്നെയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്ത വരുന്നത്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തീരുമാനിക്കുന്നിടത്ത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇസ്രായേലിന് അത്ര എളുപ്പത്തിൽ ഇനി തിരിച്ചടി എളുപ്പമല്ല. കാരണം തിരിച്ചടിച്ചാൽ അതൊരു ഓപ്പൺ വാറാണ്, തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഇറാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ സിറിയയിലെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചു, 2 ജനറൽമാരെ കൊലപ്പെടുത്തി, അതിന് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തി, അതോടെ തീർന്നു. പക്ഷേ ഇനി ഇസ്രായേൽ ഇറാനിൻ്റെ മണ്ണിൽ തിരിച്ചടിച്ചാൽ ഞങ്ങൾ വീണ്ടും പ്രത്യാക്രമണത്തിന് തയ്യാറാവും എന്നുള്ള വാദം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ആൾക്കാർ വരെ, അറബ് രാജ്യങ്ങളൊക്കെ ഇറാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒപ്പം ഇസ്രായേലിൻ്റെ മേൽ ഏറ്റവും വലിയ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് 60ഓളം അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പലതും അമേരിക്കയുടെ സഖ്യകക്ഷികൾ കൂടിയാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇവർക്കൊക്കെ നിലപാടെടുക്കേണ്ടി വരും. ഇപ്പോൾ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്കൊന്നും ഇറാനോട് താല്പര്യമില്ല. പക്ഷേ വലിയ അർത്ഥത്തിലൊരു ഓപ്പൺ വാറിലേക്ക് പോകുമ്പോൾ ഇവരുടെയൊക്കെ നില കടലിനും ചെറുത്താനും ഇടയിൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ UAEക്കും സൗദി അറേബ്യയ്ക്കും ഒക്കെ ഇസ്രായേലുമായി നല്ല ബന്ധമുണ്ട്. അത് കളയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കും. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴികളില്ല. അദ്ദേഹത്തിന് ഇൻറ്റേർണലായിട്ടും ഈ ഇസ്രായേലിനുള്ളിലും പുറത്തും വലിയ എതിർപ്പുകളാണ് നേരിടുന്നത്. അതുകൊണ്ട് ഈ ഇസ്രായേലിൽ കയറി ഇത്രയും വലിയ ആക്രമണം, 300ഓളം ഡ്രോണുകൾ വെച്ച് ഇത്രയും വലിയ ആക്രമണം നടന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി തിരിച്ചടിക്കാൻ അവർ നിർബന്ധിതമാണ്. ഇന്നോ നാളെയോ എന്നുള്ളതല്ല, അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തായിരിക്കും അടിക്കുന്നത്. അത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയാണ്. നേരത്തെയും ഇതുപോലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് ഇത് പുത്തിരിയല്ല. പക്ഷേ ഇറാനോട് യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം 5,58,000 സൈന്യമുള്ള അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാൻ. അവർക്ക് 2 ലക്ഷം റിസർവ് സേനയുണ്ട്. ആയുധങ്ങളുടെ കാര്യത്തിലെല്ലാം ഇസ്രായേലിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. സോഫിസ്റ്റിക്കേഷന്റെ കാര്യത്തിൽ ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ ഇറാന്റെ ഡ്രോണുകൾ അടക്കം നശിപ്പിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയും ചർച്ചയാവുകയാണല്ലോ. മാത്രവുമല്ല, ഈ 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ വീണ്ടും ഒരു ശ്രമം നടത്തുന്നുവെന്ന ആരോപണവും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു തന്ത്രം കൂടിയാണ് അമേരിക്കയെ ഈ ഓപ്പൺ വാറിലേക്ക് വലിച്ചഴക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഗസയിലെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്, സിവിലിയൻസ് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. 33,500 പേർ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിൽ 24,000 പേർ സ്ത്രീകളും കുട്ടികളുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും നിങ്ങളെ ഇങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റില്ല, നിങ്ങളവിടേക്ക് ധനസഹായം, സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ ഭക്ഷണം എത്തിക്കാൻ സഹായിക്കണം. ഇസ്രായേൽ അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ഈ ബന്ദികളെ മോചിപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിനുള്ളിൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണം. അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് അമേരിക്കയുടെ അനുവാദമില്ലാതെയാണ് സിറിയയിൽ കയറി ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചത് ഇസ്രായേൽ. അത് വളരെ തന്ത്രപരമായിരുന്നു. കാരണം ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ പ്രോക്സി വാർ നടത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഹമാസിനെയും ലെബനിൽ നിന്ന് ഹെസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹൂതികളെ യമനിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചാൽ സ്വാഭാവികമായിട്ട് ഗസയിൽ നിന്ന് ശ്രദ്ധ തിരിയും. ഇറാനെതിരെ നിൽക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ സഹായത്തിനെത്തും. ഇറാൻ നേരിട്ടുള്ള ആക്രമണത്തിന് വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. ഇറാൻ നേരിട്ട് ആക്രമണത്തിന് വന്നു. ഇനി ഇത് ഓപ്പൺ വാർ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾക്ക് താല്പര്യമില്ല, അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അറബ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. ഇതിനിടയിലാണ് ഈ തരത്തിലുള്ളൊരു ഇത് ചർച്ചാ വിഷയമാവുന്നത്. അതിൽ സാങ്കേതിക വിദ്യ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നു ക്രിസ്റ്റീന, പ്രവിത. പ്രത്യേകിച്ച് 300ഓളം ഡ്രോണുകൾ, 300ഓളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും
ക്രൂയിസ് മിസൈലുകളും, അതിൽ 185 ഡ്രോണായിരുന്നു, 110 മിസൈലുകളായിരുന്നു. ഈ മിസൈലുകളെ മുഴുവൻ വളരെ കൃത്യമായിട്ട് തടഞ്ഞിടുക, തകർക്കുക എന്ന് പറയുന്നത് വളരെ തരത്തിലുള്ള സാങ്കേതികത ആവശ്യമുള്ളതാണ്. അതിന് ഇസ്രായേൽ മാത്രമല്ല, ആ മേഖലയിലുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സംഘടിതമായ എഫേർട്ടിലാണ് ഇത് മുഴുവൻ തടഞ്ഞിട്ടത്. ഈ സാങ്കേതിക അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിന്റെ ഭാഗത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗമാകുന്നു. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉയർത്തുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ കപ്പലിലെ ഇന്ത്യക്കാരെ 17 ഇന്ത്യക്കാരുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ്. അവരെ ഉടൻ മോചിപ്പിക്കാനാകും എന്നുള്ള പ്രതീക്ഷ വിദേശകാര്യ മന്ത്രി പങ്കുവച്ചിരുന്നു. എത്രത്തോളം ദുഷ്കരമാണ് ഇവരെ മോചിപ്പിക്കുക എന്നത് ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വെച്ച് ഉടൻ തന്നെ സാധ്യമാകുന്നതാണോ അത്? അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രവിത. പ്രത്യേകിച്ച് ഇറാനുമായും ഇസ്രായേലുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഇറാൻ അറിയാം, ഇസ്രായേലുമായിട്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാരിനുള്ള ബന്ധം അതിതീവ്രമാണ്. പാലസ്തീനികളെ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഏതാണ്ട് 1 ലക്ഷം പേരെ അവിടേക്ക് നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു. കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരെയും തൊഴിലാളികളുമാണ് അവിടുത്തെ ഇസ്രായേലിൽ ജോലിക്കെടുത്തത്. അത്രയും വിശ്വസ്തരായിട്ടാണ് ഇന്ത്യക്കാരെ ഇസ്രായേൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഏരീസ്, MSC ഏരീസ് എന്ന ചരക്ക് കപ്പലിലെ 25 ജീവനക്കാരിൽ 17 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 3 പേർ മലയാളികളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അവിടുത്തെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ച് ഇറാൻ നോക്കിയിരിക്കുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കുമോ ഇല്ലയോ. തിരിച്ചടിക്കുന്നില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര പ്രഷറിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി കപ്പൽ വിട്ടുകൊടുത്തേക്കാം. പക്ഷേ ഇന്ത്യ നോക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ 17 ജീവനക്കാരെ മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യക്ക് 2 രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇറാനുമായിട്ടും, ഇറാൻ മറുപക്ഷത്താണെങ്കിലും ഇന്ത്യയും ഇറാനും തമ്മിൽ, പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് നമ്മൾ വല്ലാതെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്, എണ്ണ വാങ്ങിക്കുന്നുണ്ട്. സൗദിയും ഇറാനും ഇറാഖുമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള എണ്ണ തരുന്ന രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ബന്ധം വെച്ചുകൊണ്ട് ഒരുപക്ഷെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കപ്പലിലെ ഇത് ഇറാൻ്റെ തീരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ, അറബ് രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഇസ്രായേൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്നറിയാം. നെതന്യാഹു രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു തരത്തിൽ അധികം കോംപ്രമൈസിന് തയ്യാറാവില്ല. ഇസ്രായേലിൽ യുദ്ധത്തിനെതിരായിട്ടുള്ള അതെ, പി ജെയിംസ്, എന്തായാലും താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച്. ഒപ്പം വിദേശകാര്യ മന്ത്രാലയം അത്തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.